DYFIയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളന പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും കരുത്തുറ്റ യുവജന സംഘടനയാണ് DYFI. അധ്യക്ഷയുടെ പ്രസംഗത്തിലെടുത്ത് പറഞ്ഞതുപോലെ ഇന്ന് രാജ്യം പ്രതീക്ഷയോടെ യുവതയെ ഉറ്റുനോക്കുകയാണ്. ആ ഘട്ടത്തിലാണ് DYFIയുടെ സംസ്ഥാന സമ്മേളനം വിജയകരമായി സമാപിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളന നടപടികളിൽ പങ്കെടുത്ത ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ പ്രതിനിധി സമ്മേളനത്തിന് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിൽ വലതുപക്ഷ ആശയം വല്ലാതെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന കാലമാണ്. കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്താനും വലതുപക്ഷത്തിന് ആശയപരമായി മേൽക്കൈ നേടാനുമുള്ള സംഘടിത ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന് വിവിധ വഴികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതയുള്ളത് ഇക്കാര്യത്തിൽ എല്ലാ വലതുപക്ഷ ശക്തികളും ഒരേ മനസ്സോടെ ഒന്നിച്ചണിനിരക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തലാണ്. ഇത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ മാത്രമല്ല ചെയ്യുന്നത്. വലതുപക്ഷത്തെ സഹായിക്കാൻ മറ്റു പല ശക്തികളുമുണ്ട്. ഒരു പഴയ കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ 1957 രാജ്യത്താകെ കോൺഗ്രസ് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം, രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം. അപ്പോഴാണ് 1956 ഇന്നത്തെ കേരളം രൂപം കൊള്ളുന്നത്. തൊട്ടു പിന്നാലെ 1957 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. EMSന് നേതൃത്വമുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. കേരളത്തിൽ EMSന് നേതൃത്വമുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അന്നത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എന്താണ് ഭീഷണി? ഇന്ത്യ രാജ്യത്തെ ഒരു മൂലക്കുള്ള ചെറിയൊരു സംസ്ഥാനത്തിൻ്റെ ഭരണം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. രാജ്യം കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ
ഒരു സംസ്ഥാനത്ത് ഗവൺമെൻറ് പ്രവർത്തിക്കാൻ കഴിയും. ഒരു പ്രത്യേക ആപത്തും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൽ വരവുണ്ടാക്കുന്നില്ല. പക്ഷേ അങ്ങനെയല്ല അവരെടുത്തത്. ഇപ്പോൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്, ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിന്, അത് സംഘടിപ്പിക്കുന്നതിന്, അത് ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായത്ര പണം അമേരിക്കയുടെ ചാരസംഘടനയായ CIA നൽകിയെന്നത്. CIA വെറുതെ ദാനം ചെയ്യുന്നതല്ല, അമേരിക്കയുടെ രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ ഭാഗമായി ചെയ്തതാണ്. അത് ഒരു ചെറിയ മൂലയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഇരുന്നുകൂടാ എന്ന ചിന്തയുടെ ഭാഗമാണ്. ആ സഹായം മുഴുവൻ അന്നത്തെ കേരളത്തിലെ വലതുപക്ഷത്തിനാണ് ലഭിച്ചത്. അപ്പോൾ വലതുപക്ഷത്തിന് എക്കാലവും വലിയ തോതിലുള്ള സഹായം ഇത്തരത്തിൽ വ്യത്യസ്ത ശക്തികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും ആ നില തുറന്നു വരികയാണ്. ഇവിടെ വലതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും വലതുപക്ഷ മാധ്യമങ്ങളെ വലിയ തോതിൽ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത് വിടുന്ന അജണ്ടയുണ്ട്. എല്ലാം വലതുപക്ഷ ആശയങ്ങൾ കുത്തിനിറച്ചുള്ളതാണ്, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മനസ്സിനെ അടക്കം സ്വാധീനിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അവർ നടത്തുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച അജണ്ടകൾക്ക് പിന്നാലെ പോകാതെ ഒരു യുവജന സംഘടനയുടെ ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നതാണ് DYFI സമ്മേളനത്തിൽ കണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അവയെ നേരിടണമെന്നത്, ഏതു തരത്തിൽ യുവജന സംഘടന എന്ന നിലക്ക് DYFI മുന്നോട്ട് പോകണമെന്നുള്ളത്, ആ കാര്യത്തിൽ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ, കോട്ടങ്ങൾ എല്ലാം സമഗ്രമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ചർച്ചകളുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് എല്ലാ രീതിയിലും അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് സമ്മേളനത്തിൽ പൊതുവെ ഉണ്ടായത് എന്ന് പറയാൻ ഇടവന്നത്. ഇന്നത്തെ കാലഘട്ടത്തിനത് ആവശ്യമാണ്.